അനീഷിന്റെ പുറകെ നടന്ന് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആദില. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ആഴ്ച അത്രയും വലിയ വൃത്തികേടൊക്കെ ആദില കാണിച്ചിട്ടും അവിടെ തന്നെ തുടരുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു അഹങ്കാരവും കോൺഫിഡൻസും ഒക്കെ ആയിരിക്കാം. കോൺഫിഡൻസ് എന്ന് പറയാൻ ജനങ്ങൾ ഇത്രയൊക്കെ തോന്നിവാസം താൻ കാണിച്ചിട്ടും ഇവിടെ നിർത്തുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് അങ്ങ് നിർത്തിക്കോളും എന്നുള്ളൊരു സാധനം ഉള്ളിൽ തോന്നിയിട്ടായിരിക്കാം ഈ ഒരു കാര്യവും ഇല്ലാതെ അനീഷിന്റെ പുറകെ കിടന്ന് വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി റോങ് ആയി പോയേക്കാം. കാര്യമുണ്ട്, അത് വേറൊന്നുമല്ല. നോമിനേഷൻ സമയത്ത് അനീഷ് ആദിലയുടെ പേര് പറഞ്ഞു. ആദിലയുടെ പേര് പറയുമ്പോൾ വ്യക്തമായിട്ടുള്ള പോയിന്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ആദിലയുടെ പേര് അനീഷ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പേരിലുള്ള ഒരു ദേഷ്യമാണോ, ഇനി അതല്ലെങ്കിൽ ഇനി അനീഷിന്റെ കൂടെ നിന്നാൽ കുറച്ചുകൂടെ ഗെയിം കളിക്കാം എന്ന് വിചാരിച്ച് കോണ്ടന്റിന് വേണ്ടി ചെയ്യുന്നതാണോ എന്നറിയില്ല. എന്താണെങ്കിലും നല്ല രീതിയിൽ അതിനെ വെറുപ്പിക്കുന്നുണ്ട്. ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പറയാതെ പോകരുത്. ഈ കമന്റ് ബോക്സിന്റെ അവിടെ മറ്റേ ഹൈപ്പ് വീഡിയോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ ആസിഫ് അലിക്കൊക്കെ വന്നായിരുന്നു കേട്ടോ. മിറാജ് എന്ന് പറയുന്ന അവരുടെ പുതിയ സിനിമയുടെ ജിത്തു ജോസഫ് സാറിന്റെ ആ ഒരു പടത്തിന്റെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ തന്നെ മറ്റേ ഡയലോഗ് അടിച്ചാ കയറി വരുന്നത്. നീ ഉറങ്ങണത് കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു, നീ കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു, ഇതും പറഞ്ഞിട്ടാണ് കയറിയൊക്കെ വരുന്നത്. സോ അതിനകത്തു നിന്നൊക്കെ തന്നെ ഈ കണ്ടസ്റ്റന്റ് അകത്തുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അനീഷിനെ പുറത്ത് ജനങ്ങൾക്ക് ഭയങ്കര കാര്യമാണ്. അനീഷ് ഒരു ഹിറ്റായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കുന്ന ആളുകൾ ഒരിക്കലും അനീഷിന്റെ പുറകെ ചൊറിയാൻ ചെല്ലത്തില്ല. കാരണം അത് അവർക്ക് തിരിച്ചടിക്കും എന്ന് മനസ്സിലാക്കാം. പക്ഷെ ആര്യനൊക്കെ ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോഴും നോമിനേഷൻ വന്നു കഴിഞ്ഞാൽ അനീഷിന്റെ പേര് പറയുന്നത്. അനീഷിന്റെ പേര് പറയാത്ത ഒരു നോമിനേഷൻ ഉണ്ടായിട്ടുണ്ടോ ആര്യന്? എനിക്കറിയത്തില്ല. കുറച്ചായിട്ടിപ്പം സ്ഥിരം ആര് പറഞ്ഞില്ലെങ്കിലും ആര്യം പറയും. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ ജിസൈലിന്റെ പുറകെ ഇങ്ങനെ നടക്കുക. അപ്പൊ എന്താണെങ്കിലും കിച്ചൺ ടീമിനെയൊക്കെ തിരിക്കുന്നുണ്ട് നമ്മുടെ ഉണ്ണിയിൽ. കിച്ചൺ ടീമിനെ മാത്രമല്ല എല്ലാ ടീമിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പുതിയ ടീം കിച്ചണിലേക്ക് ഷാനവാസ്, അനുമോള്, ലക്ഷ്മി, ബിന്നിയാണ് ക്യാപ്റ്റൻ. അപ്പൊ ഈ ചില നമ്മുടെ ലൈവിന്റെ അടിയിൽ വരുന്ന കമന്റാണ്, അനുമോളെ തന്നെ എപ്പോഴും എന്തിനാണ് ഈ കിച്ചണില് എന്നുള്ളൊരു സാധനം. ഞാനും അത് ആലോചിക്കാതിരുന്നില്ല. എന്തിനാണ് മിക്കപ്പോഴും അനുമോളുണ്ട്, അനുമോൾ ഇല്ലാത്തൊരു കിച്ചൺ കാണാനില്ല. അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഷാനവാസ്, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ, കുറച്ച് മുമ്പ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഷാനവാസ് അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് ജിഷ്ണോട് പറയുന്നുണ്ട്, കിച്ചണിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അനു അങ്ങോട്ട് കരച്ചിൽ തുടങ്ങും. സത്യമാണ്. ആരെങ്കിലുമൊക്കെ ഭക്ഷണം വന്ന് കൂടുതലെടുത്താലോ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് അനുമോള് കരച്ചിലും പിഴിച്ചിലും ഒച്ചവെപ്പും. എന്താണ് ഇത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അനുമോളുടെ തന്നെ അനുമോളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പൊ കാണുന്നുണ്ടായിരിക്കും. എല്ലാവരും കൂടെ എൻ്റെ അടി പൊങ്കാല ഇടാൻ വരും. അപ്പൊ അവരോട് തന്നെയാ പറയുന്നത്, ഇങ്ങനെ മാത്രം കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള ഹെവി സാധനങ്ങൾ അനുമോള് ചെയ്യണ്ടേ? അതിന് ഈ കിച്ചണിൽ കിടന്നിട്ട്, പിന്നെ ഏറ്റവും കൂടുതൽ കിച്ചൺ ഉണ്ടാവുന്ന ഒരു സ്ഥലമല്ല കിച്ചൺ ഉണ്ടാവുന്നത്, ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ കിച്ചൺ. പക്ഷേ എന്തോ ഒരു മടുപ്പ് തോന്നുന്നു. അപ്പൊ എന്താണെങ്കിലും കിച്ചൺ ടീമിൽ അനുമോളൊക്കെ ഉണ്ട്, ക്യാപ്റ്റൻ ബിന്നി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വെസൽ ടീം ജിഷിൻ, പിന്നെ അനീഷ്, ജിസൈൽ. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ആദിലയും കൂടെ പിടിച്ചിടുന്നുണ്ട്. ആദിലെ ആദ്യമേ ഫ്ലോർ ടീമിൽ എങ്ങാണ്ടാണ് ഇട്ടത്, പിന്നെ അവിടുന്ന് മാറ്റി നമ്മുടെ വെസൽ ടീമിലേക്ക് ഇടുന്നുണ്ട്. അപ്പം പിന്നെ ഈ ഫ്ലോറിൽ ആര്യൻ, അക്ബർ, നൂറ, നെവിനാണുള്ളത്. അപ്പം നൂറയെന്ന് നമ്മുടെ നെവിനെ പിടിച്ച് ഇട്ടപ്പോൾ തന്നെ ഒണീലിൻ്റെ അടുക്കൽ അക്ബർ പറയുന്നുണ്ട്, ഓ ഇവൻ പണിയെടുക്കുമോ? എന്നിട്ട് നെവിനോട് പറയുന്നു, നെവിനെ ചുമ്മാതിരിക്കാൻ പറ്റത്തില്ല, പണിയെടുക്കണം. അത് അവിടെ ഉള്ളവർക്കും അറിയാം, നമുക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് നെവിനെ കൊണ്ട് പണിയൊന്നും എടുക്കൽ നടക്കുന്ന കേസല്ല. നെവിന് പറ്റുന്നത് ഇത് മാത്രം. ഇതും ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ ഇത്രയും ദിവസമായി, 50 ദിവസമായി, ഇപ്പോഴും ഈ മോട്ടിച്ച് തിന്നുന്ന പരിപാടിയൊക്കെ അത്ര നല്ലൊരു കാര്യമായിട്ട്, അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ അതൊരു കണ്ടന്റാക്കി മാറ്റി വലിയ മാന്യനാകാൻ എനിക്കെന്തോ അതിനെ കണ്ടന്റാക്കി മാറ്റുന്നതിനോട് തീരെ ഇപ്പോൾ യോജിപ്പില്ല. ആദ്യമൊക്കെ രസമായിരുന്നു, പിന്നെ അത് വെറുപ്പായി തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ളവർ മനുഷ്യന്മാരല്ലേ, അവർക്കും വേണ്ടേ പ്രത്യേകിച്ചൊരു മുൻഗണനയൊന്നും ഈ ഒരു കാര്യത്തിൽ ഇവനവിടെ കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല. അപ്പൊ അതൊക്കെ ഇന്ന് ഈ ഒണിയിൽ നമ്മുടെ ടീംസിനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഫ്ലോർ ടീമിൽ നമ്മുടെ ആര്യൻ, അക്ബർ, നൂറ. ഫ്ലോർ ടീം ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നമ്മുടെ ഏതായിരുന്നു, അബി സാബുമോൻ, ബാത്റൂമിൽ അബി സാബുമോൻ, പിന്നെ ഒണിയിലും ഉണ്ട്. അപ്പൊ അതിനകത്ത് സാബുമോനാണ് ക്യാപ്റ്റനായിട്ട് എടുക്കുന്നത്. സാബുമോനെ ക്യാപ്റ്റൻ ആക്കിയെന്ന് പറഞ്ഞപ്പോൾ സാബുമോൻ തന്നെ ഒന്ന് ഞെട്ടിയേ, ഞാനോ, എന്നെ കൊണ്ട് പറ്റുമോ? ആ ഒരു മോഡാണ് സാബുമോൻ. സാബുമോന് പ്രത്യേകിച്ച് ഗെയിം ഒന്നുമില്ല. പുള്ളിയായിട്ട് തന്നെ നിൽക്കുന്നൊരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് ആരോടും വഴക്കുണ്ടാക്കാനോ ബഹളത്തിനോ മറ്റേ കുത്തിരിപ്പുണ്ടാക്കാനോ ഇതൊന്നും പുള്ളിയെ കൊണ്ട് പറ്റത്തില്ല.
അപ്പം ഈ നമ്മുടെ വെസൽ ടീമിലേക്ക് ആദിലേനെ ഇടുന്നതിന് മുമ്പ് ആദ്യമേ ഫ്ലോറിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് വെസൽ ടീമിലേക്ക് ഒരാളെയും കൂടെ വേണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരാളും കൂടെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് ഉണിയിൽ പറയുന്നുണ്ട് ആരെങ്കിലും ഒരാൾ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുമ്പോൾ ആര്യൻ ഞാൻ ചെയ്തോളാം, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഉടനെ അനീഷ് പറയുന്നുണ്ട് എൻ്റെ പൊന്നേ വേണ്ട, അവനെ വേണ്ട, പിന്നെ ഞങ്ങൾക്ക് സ്ഥിരമായിട്ടാണ് ഒരാളെ വേണ്ടത്, ഇടയ്ക്കിടയ്ക്ക് മറ്റേ കയറി വന്ന് സഹായിക്കുന്ന. അങ്ങനെ ഒരു സഹായത്തിന് ആര്യനെ ഇട്ട് കഴിഞ്ഞാൽ ആര്യൻ ഉള്ള ടീമിലും ആര്യൻ പണിയെടുക്കത്തില്ല, ഇവിടെയും പണിയെടുക്കത്തില്ല. പ്രത്യേകിച്ച് ആര്യൻ മോൻ്റെ കൈയൊക്കെ സോഫ്റ്റ് ആണ്, അവൻ്റെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ പെട്ടെന്ന് അവൻ്റെ കട്ടപ്പനയിലെ കൃത്തിക് റോഷൻ ലുക്ക് പോകും. അതുകൊണ്ട് അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെയാണ് ഇന്ന് അവിടെ നടക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, ഈ പ്രൊമോഷൻ്റെ പരിപാടിയൊക്കെ ആയിരുന്നു ഇന്ന് നടന്നിരുന്നത്. ഈ ആസിഫൊക്കെ വന്നിട്ടുള്ള ഒരു ചെറിയ പ്രൊമോഷൻ കൊള്ളായിരുന്നു. ആ സിനിമയുടെ പ്രൊമോഷൻ നല്ല രീതിയിൽ തന്നെ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആര്യനെ പറ്റിയിട്ടുള്ള കേസൊക്കെ അനീഷ് ഇങ്ങനെ പറഞ്ഞു വിടുന്നുണ്ട്. ഉള്ള കാര്യം തന്നെ പറഞ്ഞത്, അവനെ വേണ്ട അതിനകത്തോട്ട്, അവനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ മെനക്കേടായി പോകും അനീഷിന്. അല്ലെങ്കിൽ തന്നെ അത് കഴിഞ്ഞിട്ടാണ് ആദിലിനെ പിടിച്ച് ആ ടീമിലോട്ട് ഇടുന്നത്. അത് തന്നെ അനീഷിന് ഇപ്പോൾ തൊല്ലയായിട്ടിരിക്കുകയാണ്. ടീമിലേക്ക് ആക്കിയതിന് ശേഷം ആദില, അനീഷ്, നൂറ ഇവർ മൂന്നുപേരും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കോട്ട് നമ്മുടെ ഷാനവാസം വന്ന് കയറുന്നുണ്ട്. ആദില ഇരുന്ന് ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കും അനീഷിനെ. എനിക്കറിയാൻ പാടില്ല, ഈ കൊച്ചിന് മനസ്സിലാക്കിക്കൂടാ. ആ നൂറെങ്കിലും ഇടയ്ക്കൊന്ന് പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കുന്നതാണ്. നൂറ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഉപദേശിച്ചു കൊടുക്കുക. അനീഷിൻ്റെ പുറകെ പോയി ചൊറിഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കാര്യം ഗോപിയായി പോവും, അത്രേ ഉള്ളൂ. അനീഷ് എല്ലാം ഇരുന്ന് സമ്മതിച്ചും കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ സമ്മതിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ചെയ്യട്ടെ, ആ ഒരു മൂഡിലാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡയലോഗ് ഉണ്ട്. അതായത് ഞാൻ അനിയത്തിക്കുട്ടിയല്ലേ, ഞാൻ ചേട്ടൻ്റെ അനിയത്തിക്കുട്ടിയല്ലേ, പിന്നെ എന്താണ് നമ്മൾ തമ്മിൽ ഒരു മനപ്പൊരുത്തം ഉണ്ട്. ഉടനെ അനീഷ് പറയുന്നുണ്ട് നമ്മൾ തമ്മിൽ ഒരു മനപ്പൊരുത്തവും ഇല്ല മോളെ, ഒരു മനപ്പൊരുത്തവും ഇല്ല. പിന്നെ എനിക്ക് നിന്റെ അനിയത്തിയായിട്ട് കാണാൻ താല്പര്യമില്ല, എനിക്കൊരു അനിയനുണ്ട്, അത് മതി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇനി ലാലേട്ടൻ ഈ ആഴ്ച വരുമ്പോഴത്തേക്ക് അവളെയും കൂടെ അനിയത്തിക്കുട്ടിയായിട്ട് കാണണം, സുഹൃത്തായിട്ട് കാണണം, സുഹൃത്ത് ബന്ധത്തിൻ്റെ അന്തരവ് എന്നൊക്കെ പറഞ്ഞ് അവളെയും കൂടെ എടുത്ത് തലയിൽ വെച്ച് കൊടുക്കരുത് അനീഷിൻ്റെ. ഓൾറെഡി ഒരാളുണ്ട്. അതുകൊണ്ട് തന്നെ അനീഷിൻ്റെ ഗെയിം എനിക്ക് ആദ്യത്തെ അനീഷിൻ്റെ ആ ഒരു ഗെയിമായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടം. ഇപ്പോൾ ഷാനവാസിനെതിരെ ഒന്നും പറയുന്നില്ല. ഷാനവാസിനെതിരെയും പറയേണ്ടതായിരുന്നു അനീഷ്, പക്ഷേ ഇല്ല. ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കാരണം പലതും അനീഷ് മിഴുങ്ങുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്താണെങ്കിലും. അപ്പോൾ എന്താണെങ്കിലും ഷാനവാസിൻ്റെ ഇടയ്ക്ക് വന്ന് കയറിയിട്ട് പറയുന്നുണ്ട് നോമിനേഷൻ പുള്ളി നിന്റെ പേര് പറഞ്ഞതിനുള്ള ദേഷ്യമല്ലേ നീ തീർക്കുന്നതെന്നൊക്കെ. അങ്ങനെയൊന്നുമല്ല ഷാനവാസിക്ക എന്നൊക്കെ ആദില പറയുന്നുണ്ട്. പക്ഷെ അത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും അനീഷിനോടുള്ള ഒരു ദേഷ്യം. അത് മുഖത്തടിച്ചങ്ങോട്ട് തീർക്കാൻ പറ്റത്തില്ലല്ലോ. അത് ഈ ചൊറിഞ്ഞ് തീർക്കുകയാണ് ആദില. ഈ ഒരു പോക്ക് ആദിലയ്ക്ക് പണിയാകും, മനസ്സിലായില്ലേ? മര്യാദയ്ക്ക് നിന്ന് ഗെയിം കളിച്ചാൽ അത് സൂപ്പറായിരിക്കും. പക്ഷേ ഈ ഒരു അനീഷിൻ്റെ പുറകെയുള്ളൊരു ചൊറിച്ചിൽ മാത്രം അത് അനീഷിനത് ഗുണം ചെയ്യും, ആദിലയ്ക്ക് അത് പണിയായി മാറും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികളാണ് അവിടെ നടക്കുന്നത്. കിച്ചണൊക്കെ ഇങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഒരു ഡൈനിങ് ഏരിയ വന്നിരിപ്പുണ്ട്. അപ്പോഴാണ് ഷാനവാസി ജിഷിൻ്റെ അടുക്ക് ഡയറക്റ്റ് ഈ ഒരു കാര്യം പറയുന്നത്. അതായത് ഈ കിച്ചണിൽ അനിമോൾ കയറിക്കഴിഞ്ഞാൽ പിന്നെ കരച്ചിലാണ്, പിന്നെ വഴക്കാണ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അനിമോളുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പക്ഷേ ബിഗ് ബോസ് ഹൗസ് ആണെന്ന് അനിമോൾ ആലോചിക്കണം. എന്നിട്ട് വേണം അതൊക്കെ പറയാനായിട്ടും അവിടെ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കാൻ. പ്രത്യേകിച്ച് കുറച്ച് മുന്നേ ഞാൻ കണ്ടു ജിഷിൻ അനിമോൾ പറയുന്നത് ഉള്ള കാര്യം തന്നെ കേട്ടോ, നീറ്റായിട്ടുള്ള കാര്യം. അതായത് ജിഷിൻ കയറി വന്നിട്ട് മറ്റേ കൈ ഇട്ടിട്ട് മുളക് പൊടി എടുത്ത് അങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ. അപ്പോൾ അവൻ ചെയ്യരുതെന്നൊക്കെ അനിമോൾ പറയുന്നുണ്ട്. അതിൻ്റെ പേരിൽ അങ്ങോട്ട് ഒച്ച വെക്കാൻ തുടങ്ങുന്നുണ്ട്. ജിഷിൻ ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോകുന്നുണ്ട്. കാരണം അവിടെ മിണ്ടാൻ പോയി കഴിഞ്ഞാൽ അനിമോൾ തന്നെ സ്കോറിയും കണ്ടന്റും ഉണ്ടാക്കുമെന്ന് അറിയാം. പക്ഷെ അങ്ങനെയുള്ള പരിപാടിയൊക്കെ അനിമോൾ പറയുന്നത് കറക്റ്റാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം വീട്ടിൽ ചെയ്യാം. പക്ഷെ ഇത്രയും പേര് നിൽക്കുന്നവരിടത്ത് പോയിട്ട് എല്ലാവർക്കും കൂടെ ഉള്ള മുളപൊടി കൈയിട്ട് അത് ഇച്ചിരി എടുത്തിടുക, എന്നിട്ട് പറയുന്നുണ്ട് അത് ഇച്ചിരിയല്ലേ ഉള്ളൂ. പക്ഷെ ആ ചെയ്യുന്നതൊക്കെ വൃത്തികേടാണ്. ഈ കഴിഞ്ഞ ദിവസം വെജ് ഫുഡിന് വേണ്ടി ഭയങ്കര ഒച്ചയും ബഹളം, മറ്റേ ചിക്കൻ ഉണ്ടാക്കിയ കൈ കൊണ്ട് വെജ് ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ മഹത് വ്യക്തിയാണ് ഇപ്പം എല്ലാവരും കൂടെ ഉപയോഗിക്കുന്ന മുളക് പൊടിക്കകത്ത് പോയി കൈയിട്ടൊക്കെ എടുത്ത് ഈ പരിപാടിയൊക്കെ കാണിക്കുന്നത്. അപ്പം ഗെയിമാണല്ലോ, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കും. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം നമ്മുടെ ലൈവിൽ ഒച്ച ഇല്ലായിരുന്നു, സൗണ്ട് ഒന്നും കേൾക്കാൻ വയ്യായിരുന്നു. ഞാൻ വിചാരിച്ച് എൻ്റെ ഫോൺ അടിച്ച് പോയതാണോ എന്ന്. പക്ഷെ അല്ല, കുറേ പേര് പറയുന്നുണ്ട് സൗണ്ട് ഇല്ലായിരുന്നു. ഇപ്പോൾ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ഗംഭീരമായിട്ടൊന്നും നടക്കുന്നില്ല. മിക്കവാറും ചിലപ്പോൾ ബിഗ് ബോസ് ഇന്നൊരു ടാസ്ക് എന്തെങ്കിലും കൊടുക്കാൻ ചാൻസ് ഉണ്ട്. പോയി നോക്കട്ടെ. എന്തായാലും ഞാൻ ബാക്കി ഇരുന്ന് ലൈവും കൂടെ കണ്ടിട്ട് അടുത്ത വീഡിയോയിൽ ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.